ഹായ് ഗൈസ്, OSB ടോക്കീസിന്റെ മറ്റൊരു മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫെയറി ടെയിൽ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നുള്ളൊരു നന്ദി. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഉല്ലാസനെ പറയട്ടെ, ആക്ച്വലി ഇതിനെ ടോക്സിക് എന്ന് അല്ല വിളിക്കാനുള്ളത്, അല്ല പേരിടേണ്ടത്. ഇതിനെ ഒരു ടോർച്ചർ എന്ന് വേണം. എന്ന് വെച്ചാൽ അമ്മാതിരി ടോർച്ചറായിരുന്നു. ഈ അടുത്തൊന്നും എനിക്കൊരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടണം എന്നുള്ളൊരു ഫീല് വന്നിട്ടില്ലായിരുന്നു. കാര്യം 3 മണിക്കൂർ 14 മിനിറ്റ് ഓഫ് ടോർച്ചർ. അതെ, അത് ഇവര് ആദ്യം ഒരു 7 മിനിറ്റ് താമസിച്ചു ഹൈപ്പ് കൂട്ടാൻ വേണ്ടി. ഈ ഒരു റിവ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കടിച്ചു പിടിച്ചിരുന്ന അവസാനം വരെ ഇരുന്ന് കേട്ടത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി അത് സമയത്തോടാണ് ഈ ചാനൽ തുടങ്ങിയത്. നല്ലൊരു തിരുവോണം ദിനമായിട്ട് രാവിലെ ഉറക്കവും കളഞ്ഞ് പോയിരുന്ന് അനുഭവിച്ച്. എനിക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. 3 മണിക്കൂർ 14 മിനിറ്റ് ഓഫ് ടോർച്ചർ ആയിരുന്നു. അതില് എനിക്കും ഇറങ്ങി പോവാനുള്ള ഇത് എനിക്ക് തോന്നി. കാരണം ഉറക്കവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെടിയും പുകയും പിന്നെ ഒരുപാട് കരിമരുന്ന് ഇതില് ഒരുപാട് പ്രയോഗിച്ചിട്ടുണ്ട്. കരിമരുന്ന് ക്ഷാമം വരെ ഉണ്ടാകാൻ വേണ്ടിയുള്ള കരിമരുന്ന് ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഗീതു മോഹൻദാസ്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു തിരുവോണ നാളെ തന്നെ മലയാളികൾക്കൊരു ടോർച്ചർ. എനിക്ക് തോന്നുന്നു ഇത് തെരഞ്ഞു പിടിച്ച് തിരുവോണ നാള് വെച്ചതാണെന്ന് തോന്നുന്നു. തിരുവോണ നാള് വെച്ച് രാവിലെ മലയാളികൾക്കല്ലേ ഒന്ന് കൊടുത്ത് ഇറക്കിയാ മതിയായിരുന്നു. അതായിരുന്നു നല്ലത്. ഫസ്റ്റ് ഡേ പോയി കണ്ടവന്റെ അവസ്ഥയില്ലേ, ഓ ദാരിദ്ര്യം തകരും. ഒന്നും പറയാനില്ല. ഇപ്പം എന്താ പറയാ, ഇതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ കിയാരയുണ്ട്, ഹിമ ഖുറേഷി ഉണ്ട്, നയൻതാരയുണ്ട്. എന്തൊരു ഓണസ്റ്റ്ലി പറയാനുള്ളത്, യാഷും അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം നല്ല രണ്ടുപേരും. യാഷിന് ഇത്ര ഇങ്ങനെ അഭിനയിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നല്ലതായിട്ട് അഭിനയിച്ചു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവസാനം കുറച്ചൊരു മെസ്സേജ് ടൈപ്പ് സാധനം ഉണ്ട്, ഇല്ലെന്നല്ല. അതിനകത്ത് പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് മുന്നേ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും എന്തിനൊക്കെയാണ് അടി നടക്കുന്നത്? സത്യം പറഞ്ഞ ഇതിന്റെ കഥ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ സംഭവം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഈ ഡയലോഗ് ഡെലിവറി അയ്യോ, അത് ക്ലാപ്പ് നമ്മൾ സല്യൂട്ട് അടിക്കും. മറ്റേ സാഹിത്യമൊക്കെ എഴുതാൻ പോകും. അതെനിക്ക് സാഹിത്യമല്ല, നാടകത്തിൽ തജ്ജമ ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നില്ല. മറ്റേ നാടകത്തിൽ ഇതിനെക്കാട്ടി നന്നായിട്ട് എഴുതും. ഇത് കച്ചറ നാടകം. അത് ആ ബേസ് സൗണ്ടും വെച്ചിട്ട് അത് എന്ന് പറഞ്ഞ ഈ ഡബ് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം കേട്ടാ. തൊണ്ട എന്തായാലും പോകും, തൊണ്ട കൺഫേം ആയിട്ട് പോകും. പിന്നെ സെക്കൻഡ് ഹാഫില് ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. ഹാർദിക് പാണ്ഡ്യക്ക് സൗണ്ട് കൊടുത്ത റോഷൻ മാത്യു ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരന്റെ സൗണ്ട് പോയി. ഡാഡി ഈ ഡാഡി വിളിക്ക് എനിക്ക് തോന്നുന്നു ഓരോ ഡാഡി വിളിക്ക് ഒരു 5 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു കോടി. എന്റെ അമ്മ, ഇതെന്ന് വെച്ചാൽ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് വെച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു ആർട്ടും കൂടെ. അല്ല, അതിന്റെ ഇടയിൽ കൂടെ ഇതില് ക്ലൈമാക്സ് ആക്ച്വലി അതില് കുറച്ച് ഇങ്ങനെ ഒരു ഡ്രീം സീക്വൻസ് അത് ഞാൻ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ അത് അതായിരുന്നു ഈ സിനിമയില് ഒരു രസമുള്ള ഒരു സംഭവം. 3 മണിക്കൂർ 14 മിനിറ്റ് അത് പുള്ളിയുടെ സോളോ പെർഫോമൻസ്. സോളോ മാത്രമല്ല, അത് മേക്ക് ചെയ്ത് നന്നായിട്ട് ആ ഒരു ഇതും സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. പക്ഷെ ആദ്യം കിടക്കയില്ലേ സാധനം. ആദ്യം 14 മിനിറ്റ് 3 മണിക്കൂർ ഇവിടെ ടോർച്ചർ ചെയ്തിട്ട് 14 മിനിറ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്റർവെല്ല് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഫുള്ള് ഇത്രയും മാസ് എക്സ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസ് ഒരു കൾട്ട് മൂവി വൈബിലോട്ട് മാറി. പിന്നെ ഈ പറയുന്ന കൾട്ടായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത ആൾക്കാർ, പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. കാര്യം 3 മണിക്കൂർ ഇങ്ങനെ അസഹനീയമായ വെടിയില്ല, അത് ആസ്വദിക്കാൻ പറ്റൂല. അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. പുള്ളിക്കാരെ ഫുള്ള് കൗണ്ടർ അടിയായിരുന്നു. അതില് അതെങ്കിലും ഒരു ഇതുള്ള ഇത് ചിരിച്ചോണ്ടെങ്കിലും ഇരിക്കും. ഇത് അങ്ങനെയും പറ്റൂല. ഇത് വെടിയും പുകയും പിന്നെ മറ്റേ ഇത് നാടകത്തിലെ പോലത്തെ ഡയലോഗ്, പിന്നെ കുറെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മറ്റേ മലയാള ഭാഷയുടെ പരിപൂർണമായിട്ടുള്ള ആവിഷ്കാരം
ആണല്ലോ ഇത് വരുന്നത് എന്ന് വെച്ചാൽ മറ്റേ മൊത്തത്തില് ഇംഗ്ലീഷ് ഒന്നും അതിന്റെ ഇടയിൽ വരൂല, ചിലപ്പോഴൊക്കെ വരുള്ളൂ. അതിന്റെ ഇടയിൽ മറ്റേ സാഹിത്യത്തിൽ നമ്മൾ പോലും ഉപയോഗിക്കാത്ത വാക്കുകളാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോഴാണ് ഇതെന്തോന്ന് പാട് നമ്മൾ ഈ ഇതെന്തോന്ന് ഈ ഡബിങ് ഇപ്പം KGF മലയാളത്തിൽ തന്നെയാണ് കണ്ടത്. പിന്നെ ബാഹുബലി മലയാളമല്ല തമിഴുണ്ട്. പിന്നെ അങ്ങനെ കുറെ സിനിമകളുണ്ട്. നന്നായിട്ട് ഡബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി നല്ലോണം റൈറ്റ് ചെയ്യാൻ അറിയാന്നുള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇത് അതും ആ ഡയലോഗും പിന്നെ വെടി പിന്നെ ഇങ്ങനെ കട്ട് ഇങ്ങനെ ഓരോ തുടക്കത്തിലെ എഡിറ്റിംഗ് ദാസിന്റെ അടുത്ത് അത് ഒരു സീൻ കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും മറ്റേ സ്ക്രീൻ ഓഫ് ചെയ്യേണ്ട പരിപാടിയാണ്. വേറെ ട്രാൻസാക്ഷൻ എന്നിട്ട് വേറെ ഇപ്പം ഒരു കട്ട് ചെയ്തിട്ട് വേറെ ഏതാ ഇത് ആരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ വേറെ ആളെ ചെയ്യാളെ. ഇതാര് അപ്പുറത്തെ ആള്, ഒരു മുടി വളർത്തിയ ആള്, മറ്റേത് പിന്നെ ഒരു എന്തൊക്കെ ആൾക്കാർ എല്ലാവരും അതിൽ തോക്കും ബോംബും ഉണ്ട്. എഡിറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. അത് ഡയറക്ടറുടെ പ്രശ്നമാണ്. പിന്നെ ഇത്രയും ഡയലോഗ് ഇത് ചെയ്യേണ്ടത് ഫൈനലൈസ് ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരുന്നു എഡിറ്റിംഗ്. പിന്നെ അതിൽ പുള്ളിക്കാരിക്ക് സ്ട്രോങ് സൈഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇമോഷണൽ സാധനവും മറ്റേ പ്രേമത്തിന്റെ ഒരു സംഭവം ആംഗിളൊക്കെ അതൊക്കെ ആക്ച്വലി കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വെടിയും വെപ്പും അതൊന്നും പറ്റൂല. അത് പറ്റൂല. അതിന് വേറെ ഇടയ്ക്ക് 1-2 ആക്ഷൻസ് ഒക്കെ എനിക്ക് ഓക്കെ കുഴപ്പമില്ല. ഒരു പക്ഷെ ആ ഒരു ഫീൽ ഒന്നും ആക്ഷൻ വെറുതെ ഇപ്പൊ ആക്ഷൻ ഒക്കെ ഇതില് അത്യാവശ്യം നമുക്ക് പറയാം. അങ്ങനെ ഇമോഷൻ വർക്ക് ആയെങ്കിൽ ആക്ഷൻ നല്ല കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരിക്കാന്നുള്ളത്. പക്ഷെ ഇമോഷൻ പോയി അത് ഇപ്പം അതങ്ങനെ ഇപ്പം കൊമേഴ്ഷ്യൽ സിനിമകള് അത്ര എളുപ്പമല്ല ഇത് ചെയ്യുമ്പോൾ ആൾക്കാരെ കണക്ട് ചെയ്ത് അവിടെ ഇരുത്താനും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ ഒരു അത് വേണം. അത് അത്രയും സാഹിത്യവും അത്രയും എന്താ പറയണ്ടേ ഒരു ആർട്ടും കാര്യങ്ങളും അവസാനമൊക്കെ ആ ഒരു ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്കറിയാം ഈ ഒരു കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ ഇരിക്കാനും പറ്റൂല. പിന്നെ ഈ വെടിമരുന്ന് ആ ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുകയും പിന്നെ പിന്നെ സാധാ തോക്കല്ല ഇവര് മറ്റേ പബ്ജി പോലെ എല്ലാ തോക്കും ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോ പബ്ജി പോലെ തന്നെ ഇത് മറ്റേ പ്ലെയിനിൽ നിന്ന് മറ്റേ പാരഷൂട്ടിലെല്ലാം അവിടെ ഇറങ്ങി വന്നു. ഇത് തുടക്കത്തെ എന്ന് വെച്ചാൽ എല്ലാ ഗണ്ണുകളും എനിക്ക് തോന്നുന്നു ഗണ്ണുണ്ടായ കാലം തൊട്ടുള്ള എല്ലാ ഗണ്ണുകളും ഉപയോഗിച്ചത്. ആ ഒരു സംഭവം ഗൺസിന്റെ ഇതിലൊന്നും ഉപയോഗിച്ചു ഒരു മെനേട്ട ഒരു ആക്ഷൻ പടമായി പോയി. ആക്ഷൻ ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് ഒന്നുമില്ല ആക്ഷനും. പിന്നെ എനിക്ക് തോന്നിയ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതില് കൊറേ ഇപ്പം ഇവര് ഈ ഇങ്ങനെ ഇത് പാർവതിയുടെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. കാര്യം അവർ ആ പ്രൈമിൽ ഇരുന്നപ്പോ സേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറയിപ്പിച്ചിട്ട് ഇങ്ങനെ അവിടെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ചില ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് അത്രയും ഒരു വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എക്സ്ട്രീം ആയിട്ടുണ്ട്. അപ്പൊ സിനിമയായിട്ട് കാണണമെന്ന് ചിലവര് ഇത് ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ. അപ്പോഴത് ഇപ്പം സ്വന്തം സിനിമയും കൊമേഴ്ഷ്യലും ബിസിനസ്സും കാര്യങ്ങളും വന്നപ്പോഴ് അതില് വെള്ളം ചേർക്കാൻ അറിയാമല്ലോ. വെള്ളമല്ല ഡാം ചേർത്ത്. അല്ല ഇതില് സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരുമാതിരി ഒരു ചവറ്റുകൊട്ടയില് പോലത്തെ ഒരു സാധനമാണ്. അല്ല ഇത് യാഷും കൂടെ ചേർന്നിട്ടുള്ള എഴുതല്ലേ? യാഷ് കൂടെ ചേർന്നിട്ടൊരു പക്ഷെ യാഷിന്റെ ക്യാരക്ടറും ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അതൊരു എന്തോ ഇതിനേക്കാൾ അനിമൽ സിനിമ നല്ല ക്രാഫ്റ്റും കാര്യങ്ങളുമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ആക്ച്വലി ഗ്ലോറിഫിക്കേഷൻ ഓഫ് ടോക്സിസിറ്റി കൊള്ളാം, നല്ല സിനിമ. പക്ഷെ ഇത് പുള്ളിയുടെ ടോക്സിസിറ്റി ഇതിന്റെ സാധനമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭയങ്കര മോശമായിട്ട് പുള്ളിയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ യാഷിന്റെ ക്യാരക്ടർ അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ഇതൊരുമാതിരി പുള്ളിക്കാരിയുടെ ഒരു പുള്ളിക്കാരിയുടെ ഒരു ഫെയറി ലൈനാണ് അല്ലേ. ഇത് ആണുങ്ങളെല്ലാരും ഇങ്ങനെയാണ് കാണണേന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ ഇത് ഭയങ്കര മോശം. ആണുങ്ങളെ പക്ഷെ യാഷ് അല്ലാത്ത ബാക്കി എല്ലാ ആണുങ്ങളും സത്യം പറഞ്ഞാൽ വേസ്റ്റ് ബാസ്കറ്റിൽ കിടക്കണ പോലെ. സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമല്ല, ബാക്കി എല്ലാ ആണുങ്ങളും
ഇതിൽ ആകെ യാഷ് മാത്രമേ ഒരു മറ്റേ കാൻഡിൽ ലൈറ്റ് ആ സാധനം ഇല്ലേ എന്നത് ടേബിൾ ലൈറ്റ് അതുപോലത്തെ ഒരു സാധനമാണ് എല്ലാവരും, സുദേവ് ഉൾപ്പെടെ ഉൾപ്പെടെ. പുള്ളിക്കാരന്റെ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഷ് എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിന് കാല് മാറിക്കളയും. പിന്നെ ഒരു ടീമായിട്ട് നിൽക്കുമ്പോഴ് അവരെ തന്നെ വെടിവെക്കും. അപ്പോഴേ കൂടെ നിൽക്കണ എന്നുവെച്ചാൽ വലം കൈയാണ്, വലം കൈ അപ്പുറത്തെ രണ്ടുപേരുണ്ട്. നമുക്ക് സുദേവിനെ മാത്രമേ അറിയാവുള്ളൂ, അതുകൊണ്ടാണ്. വേറെ രണ്ടുപേരുണ്ട്. വേറൊരാള് ആദ്യം ഓപ്പോസിറ്റ് സൈഡിലാണ്, പിന്നെ എപ്പോഴോ ഇപ്പുറ സൈഡിലായി. അത് എങ്ങനെയാണ് മനസ്സിലായി. അത് പുള്ളിക്കാരനെ ഞാൻ കണ്ടുപിടിക്കുന്ന പിന്നെ ഒരു ഫേസ് കണ്ണാടി, അത് വെച്ചാൽ മനസ്സിലായി പുള്ളി ഈ സൈഡായി. അത് വല്ലാത്ത രീതിയിലൊരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സെക്കൻഡ് ഞാൻ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ വരുന്നത്, ഹാർദിക് പാണ്ഡ്യ വന്നതിന് ശേഷം ഹാർദിക് പാണ്ഡ്യയുടെ സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയോ ആണ്, വേറൊരു സ്ഥലത്ത് എല്ലാം സെറ്റ് ചെയ്തു പറക്കും. മറ്റേ അങ്ങേരത്ര ഫിനിഷിംഗ് പോലും ഇല്ല ഇത്. സത്യം. പിന്നെ ഇതിന്റെ പുള്ളിന്റെ ഡയലോഗ്സ്, ഹാർദിക് പാണ്ഡ്യയുടെ ഡയലോഗ്സ്, അത് വെറും മറ്റേ ഈ ചപ്രി ഡയലോഗ് എന്നൊക്കെ പറയുന്ന ഫീലാണ്. എനിക്ക് അങ്ങനെ തോന്നി. ആരും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ആ ഒരു വോയിസ് മോഡുലേഷൻ. അതെല്ലാം വിളിയും പിന്നെ ഇവരെ മക്കളും മോനും എല്ലാം അവിടെ കാറ് വിളിച്ച് രാവിലെ തന്നെ ഓണായിട്ട് ഡാഡി 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 എന്ന് ഭയങ്കര ഹൊറിഫൈങ് ആയിരുന്നു, ഹൊറിബിൾ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എന്താ ചെയ്യാൻ. സോറി ഫോർ ക്ലൈമാക്സിൽ ആക്ച്വലി സോറി കേട്ടോ. അല്ല ഈ ക്ലൈമാക്സിൽ എനിക്ക് സംഭവം ആക്ച്വലി കൊള്ളാം, നൈസ്. അത് സ്റ്റോറി വൈസ് കൊള്ളാം, പക്ഷെ എടുത്തു വച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് ആ ഒരു ലാസ്റ്റിൽ നല്ലൊരു ക്രാഫ്റ്റ് സാധനമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒന്നും മെനകെട്ടായി. 3 മണിക്കൂർ ഇരിക്കണ്ടേ ഒരാൾക്ക്. ചിലപ്പം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് സെക്കൻഡ് ഹാഫ് എങ്ങനെയും കണ്ട് തീർക്കാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേ ഒരു അത്ര ഇങ്ങനെ എന്തൂസിയാസ്റ്റോ അങ്ങനെയൊന്നും അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകും, അങ്ങനത്തെ ഒരു പടം. പക്ഷെ ലയൺസ് ഗേറ്റ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അവരൊക്കെ എങ്ങനെ ഇത് യാഷിന്റെ ശമ്പളം ആയിരിക്കും പ്രൊഡ്യൂസർ. എന്തായാലും എനിക്ക് അറിയില്ല, ഇത് ചിലപ്പം അവിടെ ഉള്ളവർക്ക് ചിലപ്പോ വർക്കാവും അറിഞ്ഞൂടെ, കേരളത്തിന് പുറത്ത് എനിക്ക് തോന്നുന്നല്ലോ ഒരിടത്തും വർക്കാവാൻ സാധ്യതയില്ല. ഇത് ഈ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആണല്ലോ, അത് മാറൂല്ലെന്ന് തോന്നുന്നു. ഈ കങ്കു കണ്ടിട്ട് ഇങ്ങനെയാണ് ഒരു തലപ്രാന്ത് എടുക്കുന്ന ഒരു ഇത് കണ്ടത് തിയേറ്ററിലെ. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പടം നമുക്ക് സാറ്റിസ്ഫൈ ആയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണാം. പക്ഷെ ഇതെന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങാന്ന് വിചാരിച്ചാലും ഉറങ്ങാനും പറ്റൂല. വെടിമരുന്ന് കരിമരുന്ന് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഇത് ഇവര് ഈ ബോംബ് അല്ല ഇതിനിടയ്ക്ക് ഇതിനകത്തൊക്കെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. ഒരു വരിയിൽ നിർത്തിയിട്ട് അത് വെച്ചിട്ട് ലാസ്റ്റ് ഒക്കെ മറ്റേ കൺക്ലൂഡ് ചെയ്യാൻ നേരത്തെ അതൊക്കെ വരുന്നു, വലിയ സാധനം പറയുന്നത്. പക്ഷെ എവിടെ ആര് എന്ത് അവസാനം എനിക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അല്ലടാ, ഇതിനകത്ത് മറ്റേ ഒപ്പിയമാറിന്റെ കേസ് പറയുന്നുണ്ട്. മറ്റേ മെയിൻ വില്ലനും പുള്ളിയായിട്ട് ടാലി ആവുന്നതിന്റെ കാര്യം എന്തോ ഒരു ട്രാൻസ്ഷിപ്മെന്റിന്റെ കേസാണല്ലോ. പക്ഷെ ഈ ഒരു കേസ് ഒരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നു, ആര് മാറ്റുന്നു, ഒന്നുമില്ല. പിന്നെ ഞാൻ പുള്ളീനെ കാണാൻ മറ്റേ പ്ലെയിന് വരണേ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ ഇടയ്ക്കേ കണ്ടിട്ടില്ല. പിന്നെ കാണാൻ രസമുണ്ട്. കിയാര, നയൻതാര, യാഷ് ആക്ച്വലി ഗ്രേറ്റ് ജോബ് എനിക്ക് തോന്നി. നയൻതാര നന്നായിട്ട് തന്നെ ചെയ്തു. കിട്ടിയ റോള് രുക്മിണിയൊക്കെ നല്ല രീതിയിൽ നല്ല ബോർ ആയിട്ട് ആവശ്യമില്ലായിരുന്നു അവിടെ. ക്യാരക്ടർ കൊള്ളൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എനിക്ക് കിയാരനെ കണ്ടോണ്ടിരിക്കാൻ ഓക്കെ ആയിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു ഒരു കാര്യം. പിന്നെ ആ ഒരു സർക്കസ് ആ സാധനത്തിൽ നടക്കുന്ന കുറച്ച് അത് നൈസായി പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഗീതു മോഹൻദാസ് എടുത്ത പടമാണെന്നേ പറയില്ല. അങ്ങനെ എടുത്തു പാർവതി ഇത് കാണുമ്പോൾ അവസ്ഥ ആലോചിക്കുകയാണ്. അല്ല എനിക്കറിയില്ല, ഇത് ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോ
ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പം പുള്ളിക്കാരി പാർവതി പറഞ്ഞത് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടോർ ആക്കിയിട്ട് പുള്ളി പറഞ്ഞ് അത് ആ അഭിപ്രായം, എനിക്കും ആ അഭിപ്രായം ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് പുള്ളിക്കാരി ആ പ്രൈമിൽ നിൽക്കുക, വേറെ ആൾക്കാർക്ക് സേഫ് ലീക്കാണ്, പുള്ളിക്കാരി ആ പ്രൈമിൽ നിൽക്കണ ഒരു ടൈമിൽ 17 എന്തോ ആണ് കസബ ഇറങ്ങിയ സമയം. അതെ പ്രൈമിൽ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ് ഇത്രയും ധൈര്യമായിട്ട് പറയാനുള്ള ധൈര്യം കൊടുത്തിട്ട്, ഇത് കസബയൊക്കെ വെച്ച് നോക്കുമ്പോ കസബ ഇതിൽ വെച്ച് നോക്കുമ്പോഴേ അത്ര സ്ത്രീവിരുദ്ധത ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ, എനിക്കങ്ങനെ തോന്നി. സ്ത്രീ വിരുദ്ധം എന്ന സാധനം അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ, ആർട്ടിനെ ആർട്ടായിട്ട് തന്നെ കണക്കാക്കേണ്ട കാര്യമാണ്. ഇപ്പം ഒരു സൊസൈറ്റിയിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഗ്ലോറിഫിക്കേഷൻ പാടില്ലെന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയെന്ന് പറഞ്ഞാല് ഇത് ആണുങ്ങളെയാണ് താറടിച്ച് കാണിച്ചത് എനിക്ക് തോന്നിയല്ല, ശരിക്കാൻ പറഞ്ഞില്ല, കാര്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതൊരു ഫീമെയിൽ ഒബ്ജക്ടിഫിക്കേഷൻ അങ്ങനത്തെ കാട്ടി എനിക്ക് തോന്നിയത് ഒരു മെയിൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ്. ഇപ്പൊ അതിലിടയ്ക്ക് ഒരു എന്തോ ഡയലോഗ് ഉണ്ട്, എന്തോന്ന് നിങ്ങൾ ദുഷ്ടനല്ല, നിങ്ങൾ ടോക്സിക് ആണ്. ടോക്സിക് എന്തോ ചെറിയ സാധനമാണ്, മറ്റേ നിങ്ങൾ ബാഡ് അല്ല, പക്ഷെ നിങ്ങൾ ടോക്സിക് ആണ് എന്നുള്ളൊരു സംഭവം. ടോക്സിക് ചെറിയൊരു പ്രശ്നമാണ്, അത് കുഴപ്പമില്ല, മാറ്റാവുന്ന രീതിയിലൊരു ഡയലോഗ് എന്തോ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങളെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഓണത്തിന്, അതായത് തിരുവോണ രാവിലെ ഫസ്റ്റ് എണീച്ച ഉടനെ പോയി കണ്ട കണി അത്യുത്തമം, ഒന്നും പറയാനില്ല. കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ഇവിടെ നേരുന്നു. ഫാമിലി ആയിട്ട് പോയി കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ്. ഞാൻ പറയുന്നത് സാധാരണ ഇതിൽ ഇത്തി മോശമാണെങ്കിൽ ഞാൻ പൈസ സമയം ഉണ്ടെങ്കിൽ പോയി കാണുന്നേ പറയത്തുള്ളൂ. പക്ഷെ ഇത് ഏരിയ പോലും പോയില്ല. ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം 3 മണിക്കൂർ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ അല്ല അത് ശരിയാ. 3 മണിക്കൂർ വേറെ എന്തൊക്കെ ചെയ്യാം. പിന്നെ ഈ ടിക്കറ്റ് എല്ലാരും പോണെങ്കിൽ കുറച്ച് ടിക്കറ്റ്, പിന്നെ സ്നാക്സിന് നല്ല വില കൂടുതല, അതൊക്കെ സേവ് ചെയ്യാം. ഇപ്പം ഓണമല്ലേ, വേറെ എന്തെല്ലാം ബന്ധുക്കളെ വീട്ടിലൊക്കെ പോയിക്കൂടല്ലേ, പഴയ കാര്യങ്ങള് പോയി അവരുടെ അടുത്ത് സംസാരിച്ച് അവർക്കൊരു സന്തോഷവും. ഖലീഫയൊക്കെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സാധനം, അത് എടുക്കാൻ ഇച്ചിരി വേറെ ഇത് വേണം. അപ്പൊ എന്തായാലും കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ രോദനങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, കാണാത്തവർ ചെയ്യുക. നമ്മൾ പറഞ്ഞ ശരിയായ കാര്യമാണ്. നിങ്ങൾ ഓണമാണ്, ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക, ബന്ധുക്കളെ കാണാൻ പോവുക, തലവേനയൊക്കെ എടുക്കും, റിസ്ക് എടുക്കരുത്. അപ്പൊ ഇന്ന് തിരുവോണമാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു റിവ്യൂ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. പുതിയൊരു റിവ്യൂ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.